ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എൻ്റെ ഒരു വൈകുന്നേര വിശേഷങ്ങളാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണി സമയമാകുമ്പോൾ ഞാൻ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. മക്കൾ വരാൻ 5 മണിയാകും. അപ്പോൾ അവർ വരുമ്പോഴൊക്കെ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മക്രോണി ഉണ്ടാക്കലാണ്. എളുപ്പത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മക്രോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മക്രോണി ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിലും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പ് 2 കപ്പ് മക്രോണി എടുത്തിട്ടുള്ളൂ. വൈകുന്നേരം ചായക്കായതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ മക്കൾ വരുമ്പോൾ എപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നല്ല ഒരു അവർക്ക് കഴിച്ചാലൊരു വിശപ്പ് മാറും എന്നുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഉണ്ടാക്കുക. അങ്ങനെ ഇലയടയോ മക്രോണിയോ അതുപോലെ കൽമാസോ അതുപോലെ സാൻഡ്വിച്ചോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ മക്കൾ 12:30 മണിക്ക് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നല്ലോ. അപ്പോൾ അവരെന്തായാലും വീട്ടിലെത്തുമ്പോഴേക്ക് നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള സ്നാക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ മക്രോണി വേവുന്ന സമയം തന്നെ അവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും മക്രോണി കുക്കായിട്ട് കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം തന്നെ നമ്മൾ ചിക്കൻ കുക്കായിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട വെജീസ് ഒന്ന് കട്ടാക്കി എടുക്കാം. ഞാൻ കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറിക്കേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവാള കട്ട് ചെയ്യുമ്പം തന്നെ ഇതുപോലെ ചോപ്പറിൽ തക്കാളിയും ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയുമല്ലോ. അപ്പോൾ അതുമല്ല ഇങ്ങനെ ചോപ്പറിൽ കട്ട് ചെയ്യുന്ന സവാള ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ നമുക്ക് വേഗം കുക്കായിട്ടും കിട്ടും കേട്ടോ. അങ്ങനെ മക്രോണിക്കുള്ള മസാല ഉണ്ടാക്കാൻ വെച്ചിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഞാൻ മക്രോണിക്ക് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ അതിന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. അങ്ങനെ ഗീയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ചധികം എല്ലാം ഉള്ളിയായാലും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായാലും കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കറിയിലേക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി മതി കേട്ടോ. അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്താക്കാന്ന് വിചാരിച്ചാൽ 2 പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വിചാരിച്ചാൽ ഈ മക്രോണിക്ക് നല്ലൊരു ചിക്കൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതല്ലേ. അപ്പോൾ അതിലൊരു ടേസ്റ്റ് വരണമെങ്കിൽ ഇതുപോലെ നമ്മൾ 2 പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 വിസിലടുപ്പിച്ചാൽ മസാല റെഡിയായി കേട്ടോ. നമുക്ക് എളുപ്പത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മക്രോണി മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. പിന്നെ എളുപ്പത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ 3 വിസിലടിച്ചതിന് ശേഷം ഞാൻ നേരത്തെ മക്രോണി വേവിച്ച് അതേ പാത്രത്തിലേക്കാണ് ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് മസാല കുറച്ച് ഡ്രൈ ആണ്. ഇതിൽ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് മക്രോണി ഇട്ടിട്ട് ഒന്ന് വിളയിച്ചെടുക്കുമ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മക്രോണി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള മക്രോണി റെഡിയായി കേട്ടോ. നല്ല സ്മെല്ലാണ് ഈ മക്രോണി മസാലയൊക്കെ. നമ്മുടെ ബിരിയാണി മസാലയൊക്കെ പോലെ നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. മക്രോണെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴൊക്കെ തന്നെ മോളെത്തിയിട്ടുണ്ട്. ഇനി 2ാമത്തെ ആൾ വരാനുണ്ട്. അവൾ വരാൻ കുറച്ചും കൂടി ലൈറ്റാകും. അപ്പോൾ ഇവളൊരു 5 മണിയാകുമ്പോഴൊക്കെ എത്തും കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ഭയങ്കര ഹാപ്പി ആകാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ അവൾ സ്കൂൾ വിട്ട് വരുന്ന ടൈം അവളിങ്ങനെ കാത്തു നിൽക്കും. എൻ്റെ പണികളൊക്കെ കഴിച്ചിട്ട് അവളെ കാത്തു നിൽക്കും. ഇങ്ങനെ അവൾ വന്നിട്ടാകുമ്പോൾ പറയും മോളില്ലായിട്ട് ഉമ്മക്ക് എന്താ പോലെ ഉണ്ടായിന്, മോൾ ഇന്ന് ലൈറ്റായിട്ടോ, എന്താണ് മോളെ സ്കൂളിലെ വിശേഷം, എന്താ മോൾ ഉമ്മാനെ ഓർമ്മിച്ചിനോ, ഉമ്മ മോളെ തന്നെ ഓർമ്മിച്ചിരിക്കല, മോൾ ഉമ്മാനെ ഓർമ്മിച്ചിനോ എന്നൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.
ഉമ്മ അന്നെ തന്നെ ഓർമ്മിച്ചിരിക്കല, ഉമ്മ വേറെ പണിയൊന്നും എടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ ചോദിച്ച് അവളെ കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ അവളും പറയും കേട്ടോ, എന്നാൽ എന്ത് കഴിക്കുമ്പോൾ ആയാലും സ്നാക്ക് കഴിക്കുമ്പോൾ ആയാലും ഉമ്മാനെ ഓർമ്മിച്ചിന്, ഉമ്മ കഴിച്ചോന്ന് ചിന്തിച്ചിന്, അങ്ങനെയൊക്കെ അവളും പറയും. അപ്പം നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈം ആകുമ്പോഴേക്ക് മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി, അതുപോലെ ഇഷ്ടപ്പെട്ട ജ്യൂസൊക്കെ ഉണ്ടാക്കി, അങ്ങനെ എല്ലാവർക്കും നല്ല ഫുഡും ജ്യൂസൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തായാലും ചെറിയ കാര്യങ്ങളായാലും ചെയ്തു വെക്കുക. എന്നിട്ട് അവർ വരുമ്പോൾ നമ്മൾ അവരെ കാത്തിരിക്കുന്ന പോലെ, അവരെ കാത്തിരിക്കലാന്നുള്ള തോന്നിക്കുന്ന വിധത്തിൽ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ അവരോട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആകും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടണം. അതിപ്പോൾ കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഉമ്മ ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്, അതൊന്ന് ചുട്ടെടുക്കണം. അതുപോലെ തന്നെ അതിലേക്കുള്ളൊരു ചിക്കൻ കറിയും ഉണ്ടാക്കണം. ഞാൻ ബാങ്ക് വിളിക്കും മുമ്പ് തന്നെ, ബാങ്കിന് മുമ്പ് തന്നെ കിച്ചണിലെ പണികൾ, അതായത് നൈറ്റിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചൺ ക്ലോസ് ചെയ്യും കേട്ടോ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കിച്ചൺ ക്ലോസ് ചെയ്യും. പിന്നെ ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വരും കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇശാ മഗ്‌രിബിനിടയിൽ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ അനാവശ്യ സംസാരിക്കുക, അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫോണ് TV അങ്ങനെയൊന്നും ആയിട്ടിക്കാണ്ട് നമ്മളെ പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്ത് പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും കേട്ടോ. ഓരോ കാര്യത്തിലും നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് നമ്മളറിയാതെ തന്നെ മാറിപ്പോവും. എൻ്റെ ലൈഫിൽ ഞാനൊരു അനുഭവിച്ച കാര്യമാണ് കേട്ടോ ഇത്. അങ്ങനെ ചപ്പാത്തി ചുട്ടെടുത്തതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ മയോണൈസ് കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചക്കറി മാറിയതിന് ശേഷം നമ്മൾ കുനുകുനാറിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. നമ്മൾ ചിക്കൻ്റെ അകത്ത് നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് ചിക്കൻ്റെ അകത്ത് നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. അതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും, 1 ടീസ്പൂണ് സോയാ സോസ്, പിന്നെ ഒരു 1.5 ടീസ്പൂണ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്ത് റെഡ് ചില്ലി ഇല്ലായിട്ടാണ് ഗ്രീൻ ചില്ലി ഒഴിച്ച് കൊടുത്തത്. റെഡ് ചില്ലിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇതാക്കിയ ചാറുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ കുക്കായതിന് ശേഷം കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കറി ആയതിന് ശേഷം അടച്ച് വെക്കുക. കറി നല്ലോണം തണുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കിയാൽ ചിക്കൻ മയോണൈസ് കറി റെഡി ആയിട്ട് ആ ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാനും എളുപ്പമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അങ്ങനെ നൈറ്റിലേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മൾ മഗ്‌രിബിൻ്റെ സമയമല്ല, ആ മഗ്‌രിബിൻ്റെ സമയമാകുമ്പോഴൊക്കെ നമ്മൾ രാവിലെ കുളിച്ചിട്ടും പണി കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞാണ്. എന്നാലും പണിയൊക്കെ എടുത്തിട്ട് ഒന്ന് നമ്മളാകെ വൈകുന്നേരം കിച്ചണിലൊക്കെ ഇന്നത്തെ ഒരു അലസത ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇതാ മഗ്‌രിബിൻ്റെ സമയമായിട്ട് ആ മഗ്‌രിബ് അങ്ങോട്ട് കൊണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കലാണ്. എപ്പോൾ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ആ ലൈഫ്. എന്താണെന്ന് വിചാരിച്ചാൽ മഗ്‌രിബ് അങ്ങ് കൊടുക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഹറിബറി വെച്ച് പണിയെടുക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ ആവരുത് കേട്ടോ. നമ്മൾ മഗ്‌രിബ് ആകുമ്പോഴേക്ക് എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ആ മഗ്‌രിബിൻ്റെ ബാങ്കിന് വെയിറ്റ് ചെയ്യണം കേട്ടോ. റംദാനിൽ മാത്രമല്ല എല്ലാ മാസവും നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. എന്നാലും നമ്മളെ ലൈഫിൽ ഒത്തിരി മാറ്റം ഉണ്ടാവും, നമ്മളെ ജീവിതത്തിൽ നല്ല സമാധാനം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളെ മഗ്‌രിബ് നിസ്കാരത്തിനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ മോളെ എൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഞാനിങ്ങനെ നിസ്കരിപ്പിക്കും കേട്ടോ. അപ്പോൾ അവളെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ എത്തിച്ചിട്ട് നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നല്ല വൃത്തിക്ക് നിസ്കാരമായിക്കോട്ടെ അതും ആയിക്കോട്ടെ എല്ലാം അവൾ ചെയ്യും കേട്ടോ. അങ്ങനെ നിസ്കരിക്കലും ഖുർആനും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവളെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യലാണ് കേട്ടോ. ഹോംവർക്കെല്ലാം പെട്ടെന്ന് ചെയ്യും കേട്ടോ, നല്ല വൃത്തിയിൽ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പഠിപ്പിക്കണമെങ്കിൽ എൻ്റെ ചമൻ്റെ നെല്ലിപ്പാലം എന്ന് പറയുന്നില്ല, അത് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. എന്നാൽ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.